ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുകുമാരേട്ടന് ഓർമ്മയില്ല? എൻ്റെ വീടിൻ്റെ അറ്റത്തൊരു മാവുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇത് ഞാനന്ന് മാങ്ങ എറിഞ്ഞതിൻ്റെ കല്ല് കൊണ്ടുവന്നതല്ല കേട്ടോ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൻ്റെ അകത്തും കമൻറ്റുകാലത്ത് ഒക്കെ ആയിട്ട്. പിന്നെ മാലയുടെ കളക്ഷൻ കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മാലയുടെ കളക്ഷൻ കാണിക്കാൻ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ആരാഞ്ഞും ലൈവിൽ വന്ന സമയത്ത് ലത ചേച്ചിനോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ നോക്കാം. കാരണം കുറച്ച് ഒരു മാല ഒഴികെ ബാക്കിയൊക്കെ ഇവിടെയാണുള്ളത്. ഒരു മാല എൻ്റെ ഉമ്മയുടെ അടുത്താണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കഴുത്തിലുള്ളത് ഊരിയിട്ട് അതുമെന്ന് തുടങ്ങാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ച ഗൈസ് എൻ്റെ വീടും തപ്പിയാരും വരരുത് കേട്ടോ. എവിടെയാണാവോ? കുളത്ത. എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് മാലയുടെ കളക്ഷനൊക്കെ കാണിച്ചു തരാൻ. ഏകദേശം എൻ്റെയിലും അരുണിൻ്റെയിലും മകളുടേലൂടെയായിട്ട് 6 മാലകൾ 7 മാലകൾ അങ്ങനെയാണ് നിലവിലുള്ളത്. ഭയങ്കര ബോറായിട്ട് തോന്നില്ലേ? അപ്പം ഏറ്റവും കൂടുതൽ എൻക്വയറി വരലിൽ ഈ ഒരു മാലക്കാട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കൽ. ഇത് 3 ലെയർ മാലയാണ്. 1 2 3 ലെയർ മാലയാണ്. ഇതാണ് മാലയുടെ ലോക്കറ്റിൻ്റേതുമായിട്ടുള്ള കൈച്ച. ഇത് 3 ലെയർ മാലയും അതിന്മേലെ ഒരു ലോക്കറ്റും. ഏകദേശം 1.25 പവൻ്റെ അടുത്ത് രണ്ടും കൂടി ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ. ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിടാൻ തക്കത്ത രീതിയിലാണ് ഒക്കെ മേടിക്കാറ്. പിന്നെ സെക്കൻഡ് ഡേ നിങ്ങൾ എൻ്റെ കഴുത്തിലുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടിയിട്ട് ഊരിയതാണ്. മുത്തുമാലയാണ്. ഈ മാലയാക്കിയത് ഞാനും ഉപയോഗിക്കാറുണ്ട്, ഇത് അരുണും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ മാലയാക്കിയത്, മുത്തുമാല. പക്ഷേ ഇതിൻ്റെ ലോക്കറ്റ് ഇങ്ങനത്തെ അല്ല കേട്ടോ, ഒരു വലിയൊരു ലോക്കറ്റാണ്. അത് പൂനൂരാണുള്ളത്. അത് വലുതായതുകൊണ്ട് പിന്നെ എനിക്ക് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കണ്ണൻ്റെ ലോക്കറ്റ് ഇതിന്മേൽ ഇട്ടത് കൊണ്ട് ഇത് കണ്ണനാണ് ലോക്കറ്റ്. കാണുന്നുണ്ടോ? കണ്ണനാണ് ലോക്കറ്റ്. അപ്പോൾ കണ്ണൻ്റെ ലോക്കറ്റ് ഇട്ടത് കൊണ്ട് ഈ കിടക്കുന്ന സമയത്തൊന്നും അയച്ചൊന്നും വെക്കണ്ട. മറ്റേത് കിടക്കുന്ന സമയത്തൊക്കെ അയച്ച് വെക്കണം. അഥവാ അയച്ച് വെച്ചിട്ടില്ലെങ്കിൽ ലോക്കറ്റിന് എന്തെങ്കിലും പിന്നെ പറ്റിപ്പോവും. കാരണം ഒരുപാട് സ്റ്റോൺ വർക്ക് വരുന്ന, മുത്തിൻ്റെ വർക്ക് വരുന്ന ഒരു ലോക്കറ്റാണ്. 1.25 പവൻ്റെ ഒരു ലോക്കറ്റാണ് ഇതിന് നിലവിലുള്ളത്. അപ്പോൾ ഇത് മാലയും ലോക്കറ്റും കൂടി തമ്മിൽ 5 പവൻ്റെ അടുത്താണ് ഉള്ളൂ. അതാ ലോക്കറ്റ്, ഇതിൻ്റെ ലോക്കറ്റ്. അപ്പോൾ സെക്കൻഡ് വണ്ണും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തേത് എന്ന് പറയാൻ, ഞാൻ എൻ്റെ മകൾക്ക് മേടിച്ചു കൊടുത്തൊരു മാല. അത് ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയപ്പം മകൾക്ക് മേടിച്ചു കൊടുത്തൊരു മാല. അവളെ കൊണ്ട് കഴുത്തിൽ നിന്ന് പൂരിപ്പിച്ചതാട്ടോ. മൂന്നാമത്തെ മാല ഇതാണ്. 18 ക്യാരറ്റിൻ്റെ നല്ല ഭംഗിയുള്ളതാട്ടോ. അവളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കേണ്ടിയിട്ട് ഞാൻ അവളോട് ഊരി മേടിച്ചതാണ്. അതാണ് സംഭവം. എന്നോട് ഇങ്ങനെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യും. നാലാമത്തത് അരുണേട്ടൻ വന്നപ്പം അരുണേട്ടൻ്റെ കഴുത്തിൽ നിന്ന് അയപ്പിച്ചതാണ്. നോർമൽ ചെയിനിൻ്റെ മുകളിൽ ഒരു കുതിര കാണുന്നുണ്ടോ? കൈയിൻ്റെ ഇടയിൽ പെയിൻ്റാട്ടോ. കുതിരനെ കണ്ടില്ലേ? കാണുന്നില്ലേ? വ്യക്തമായിട്ട് കാണുന്നില്ലേ? ഇനി ഇത് ഒരു ചെയിൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്. സെയിം ഡേ ഇതിൻ്റെ പാറ്റേൺ ആണ് മാല വരുന്നത്. അതിൻ്റെ മുകളിൽ സ്റ്റോൺ വർക്ക് വരുന്ന ചെറിയൊരു ലോക്കറ്റ് അതാണ് ഉള്ളത്. അത് എൻ്റെ ഉമ്മയുടെ കഴുത്തിലാണുള്ളത്. എപ്പോഴെങ്കിലും ഞാനത് എടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ? ഇതിപ്പോൾ എത്രാമത്തെ മാലയാണ് കാണിക്കുന്നത്? 4ാമത്തതല്ലേ? ഇതാണ് 4ാമത്തെ മാല. ഇത് 1.5 പവനാട്ടോ, മാലയും ലോക്കറ്റും കൂടി ഉള്ളത്.
ലോക്കറ്റ് അരപ്പവൻ്റെ പുറത്തുണ്ട്. നല്ല കാഴ്ചയുള്ള ഇതാണ് അരുണേട്ടൻ്റെ കഴുത്തിലുണ്ടാവാറ്. ഇത് കോമൺ ആയിട്ട് ഞാനും ഇടുന്ന കേട്ടോ. ചില സമയത്ത് എൻ്റെ കഴുത്തിലും നിങ്ങൾ ചില ഏതെങ്കിലും വീഡിയോസിലൊക്കെ നിങ്ങൾ എൻ്റെ കഴുത്തിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാനും അവനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്നതാണ്. അതേപോലെ മുത്തുമാല ഞാനും ഇവളും അതേപോലെ അമ്മയും പിന്നെ അതേപോലെ ഉമ്മ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എത്ര 4 മാല ഉണ്ടല്ലേ. ഇനി 5ാമത്തെ മാല എന്ന് പറയുന്നത് ഒരു പവൻ്റെ മാലയാണ്. 2 ലെയർ മാലയാണ്. വൈറ്റ് പേൾ വെച്ചിട്ടുള്ള 2 ലെയർ മാല. വൈറ്റ് പേളാണ്, കണ്ടില്ലേ? വൈറ്റ് പേളിൻ്റെ 2 ലെയർ മാലയാണ് അടുത്ത് വരുന്നത്. ഇത് ഒരു പവനാണുള്ളത്. അപ്പം ഇതാണ് 5ാമത്തെ മാല. പിന്നെ 6ാമത്തെ നമുക്ക് എന്തായാലും അറിയാവുന്ന സംഭവം തന്നെയാണ്. ഡയമണ്ടാണുള്ളത് 6ാമത്തത്. ഡയമണ്ടാണെന്നും ഡയമണ്ട് ഉണ്ടെന്നും കാർഡ് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 6ാമത്തത് ഇതാണുള്ളത്. പിന്നെ ഒരു ചെയിൻ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മയുടെ കഴുത്തിലാണുള്ളത്. അപ്പോൾ അത് സെയിം അരുണിൻ്റെ ഈ ചെയിനിന് തന്നെയാണ്, സെയിം ചെയിൻ തന്നെയാണ്. അതിന് ലോക്കറ്റ് മാറ്റമുണ്ട് എന്നേ ഉള്ളൂ, വേറൊരു ലോക്കറ്റ് ആണ് എന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ലത ചേച്ചി സഹിതം മാലയുടെ ഡീറ്റെയിൽ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ അരുണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അരുണെ ആ മാലയും കൂടി കൊണ്ടാ ഞാനൊരു വീഡിയോ ചെയ്യട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്ന ആൾക്ക് ഇന്നത് എന്നൊന്നും ഞങ്ങളടുത്തില്ല. അപ്പോൾ ഈ മുത്തുമാല തന്നെ പലപ്പോഴും അരുണിൻ്റെ കഴുത്ത് കണ്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അവന് ഉപയോഗിക്കും, അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കും. അങ്ങനെ കളിക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിടുന്നതാണ്. അപ്പോൾ ലത ചേച്ചി അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളത്. ടോട്ടൽ 7 മാലയാണ് എനിക്കും മോൾക്കും അരുണിനോടിയായിട്ട് 7 മാലയാണ് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ അതെന്നെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് മേടിച്ചതാട്ടോ. 7ഉം സ്വർണം തന്നെയാണ് കേട്ടോ. കുതിരക്കുട്ടി. അപ്പോൾ ഇതാണ് മാലകളുടെ വിശേഷങ്ങൾ. മാലയുടെ വിശേഷങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത്. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കണ്ണിനൊരു ചെറിയൊരു മങ്ങിച്ചുള്ളത് കൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. ഏതായാലും മാലയുടെ ഡീറ്റെയിൽ ഇങ്ങനെയാണ്. മാലയുടെ ഡീറ്റെയിലായി വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇതന്നെ വേറൊരു റോസ് ലോക്കറ്റ് എന്നേ ഉള്ളൂ. അതെൻ്റെ കഴുത്തിൽ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതിനെ മാത്രമായിട്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഞാനെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാലയുടെ കളക്ഷൻ നിലവിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.